അപ്പൊ പത്രമൊക്കെ പെട്ടെന്ന് പെട്ടെന്നെടുത്തോളൂ. ഇന്ന് വളരെ സൂപ്പർ ഫാസ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ പോവുക. മനോരമ ഞാനെടുത്തു, ദേശാഭിമാനി വെങ്കിയെടുത്തു. അപ്പോൾ മനോരമയിൽ ഇന്ന് മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണമാണ് പ്രധാനപ്പെട്ട വാർത്ത. അതോടൊപ്പം നയത്തിൽ തന്ത്രം, തരൂരിന്റെ പേരിലെ പോരിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് മനോരമ കലക്കിയിട്ടുണ്ട്. തരൂരിനെ സർക്കാർ ഉൾപ്പെടുത്തിയത് കോൺഗ്രസ് അറിയാതെ. കോൺഗ്രസ് നിർദ്ദേശിച്ച 4 പേരും കേന്ദ്രം വെട്ടിയെന്നാണ് മനോരമ ലേഖകൻ പറയുന്നത്. പക്ഷെ 4 പേരും വെട്ടിയിട്ടില്ല. ആനന്ദ് ശർമ്മ ഈസ് ഇൻ. സൽമാൻ ഖുർഷിദിനെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ശശി തരൂരിന്റെ പേര് ജയറാം രമേശ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നതനുസരിച്ച് ശശി തരൂരിന്റെ പേര് ഞങ്ങൾക്ക് ഓക്കെയാണ് എന്ന് കോൺഗ്രസിന് ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ഈ വാർത്തയിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. എന്താണ് മാതൃഭൂമി തലക്കെട്ട്? പൊളിറ്റിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ടാണ് പാകിസ്ഥാന്റെ ഭീകരവാദത്തിനെതിരെ ഇന്ത്യൻ നിലപാട് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തിലെ പ്രാതിനിധ്യത്തെ ചൊല്ലി കോൺഗ്രസിൽ പുതിയ ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്. അതൊരു ഈ മുറിയിലെ പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ തകർന്ന വീട്ടിലിരുന്ന് പെൺകുട്ടി കരയുന്നൊരു ചിത്രമടക്കം ഉൾപ്പെടുത്തിയാണ് ഒരു വലിയ വാർത്ത കൊടുത്തിരിക്കുന്നത്. മറുവശത്ത് ശശി തരൂരിന്റെ ചിത്രമടക്കം ഉൾപ്പെടുത്തി ആ വാർത്ത കൊടുത്തിട്ടുണ്ട്. ദേശാഭിമാനിയിൽ ഒരു പ്രധാനപ്പെട്ടതായിട്ട് ഒന്ന് ദേശാഭിമാനി പുരസ്കാരത്തിന്റെ ഒരു വാർത്തയുണ്ട്. അതല്ലാതെ നമുക്ക് വെല്ലുവിളിച്ച തരൂർ കോൺഗ്രസ് വെട്ടിൽ, അതാണ് ദേശാഭിമാനിയുടെ ഈ വാർത്തയിൽ തലക്കെട്ട് തരൂരുമായി ബന്ധപ്പെട്ട്. പിന്നെ മറ്റൊരു ഇന്നലെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നല്ലോ, കേസ് ഒതുക്കാൻ കൈക്കൂലി 2 കോടി കൈക്കൂലി. അതെ, 1-ാം പ്രതി ED അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്റെ ED എന്ന് ചോദിച്ചു പോകുന്ന ഒരു വാർത്തയാണ്. ED എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇമേജ് ഉണ്ടല്ലോ, കിട്ടാൻ പോവാണ്. അപ്പൊ അതാണ് പ്രധാന വാർത്ത. ഉൾപേജിലേക്ക് വന്നു കഴിഞ്ഞാൽ മനോരമയിൽ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിൽ നിന്ന് നമുക്ക് ഈ പുനഃസംഘടന സംബന്ധിച്ചൊരു വാർത്തയുണ്ട് കേട്ടോ. KPCCയുടെ ഹൈക്കമാൻഡ് കൂട്ടായ പ്രവർത്തനം വേണം, നീളരുത് പുനഃസംഘടന. സുധാകരന്റെ അതൃപ്തി അവഗണിക്കും. സുജിത് നായരുടെ എക്സ്ക്ലൂസീവ് ആണ്. സംസ്ഥാനത്ത് കൂട്ടായ നേതൃശൈലി സ്വീകരിക്കണം. നിങ്ങൾ ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ ചിതറി പോകരുത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. തരൂരിന്റെ ഇന്നലത്തെ കമന്റിൽ മനോരമ പിക്ക് ചെയ്തിരിക്കുന്ന ലൈൻ, എനിക്ക് വിലയുണ്ട്, അത്ര എളുപ്പം അപമാനിക്കാൻ കഴിയില്ല, അന്ത ഭയം ഇരിക്കട്ടും അല്ലേ? ആ വിലയുണ്ട് ശരിക്കും. അദ്ദേഹത്തിന്റെ ഒരു കരിയർ എടുത്ത് നോക്കിയാൽ സത്യമാണല്ലോ. ആ പടമടക്കം മനോരമ വളരെ കെയർഫുൾ ആയിട്ടാണ് കേട്ടോ. തരൂരിൽ ചാഞ്ഞും ചെരിഞ്ഞും. BJPയുടെ കളിയിൽ തരൂർ വീണെന്ന് കോൺഗ്രസ് വിലയിരുത്തൽ. MP, ചെയർമാൻ, എക്സ്റ്റേണൽ അഫയേഴ്സ് കമ്മിറ്റി എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള പടമാണ്. നല്ല ഫ്രെയിം നോക്കൂ അല്ലേ. ഇത് ആരാണ്? എക്സ്റ്റേണൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ആളെ നിങ്ങൾ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് കേന്ദ്രം പറയാതെ പറഞ്ഞു എന്നതാണ് ചുരുക്കം. നമുക്ക് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ എന്താണ്? എഡിറ്റോറിയൽ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരു വാർത്തയും കൂടെ പറയാം. പോലീസ് തലപ്പത്തെ അഴിച്ചുപണി മരവിപ്പിച്ചു. അജിത് കുമാർ തിരിച്ച് ബറ്റാലിയനിലേക്ക് വന്നു. അങ്ങനെ പോലീസിൽ നിന്ന് അങ്ങനെ അങ്ങ് മൊത്തത്തിൽ മാറ്റാൻ പറ്റില്ല എന്നുള്ളത് ബോധ്യമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എഡിറ്റോറിയൽ ഇല്ല, ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് മാധ്യമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ യൂട്യൂബർ അടക്കം 6 പേർ അറസ്റ്റിലായ വാർത്ത. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി ചെയ്ത യൂട്യൂബർ അടക്കം ഹരിയാനയിലെ ജ്യോതി മൽഹോത്രയുടെ ആ വാർത്ത നന്നായി കൊടുത്തിരിക്കുന്നു. അതുപോലെ കേസ് ഒഴിവാക്കാൻ 2 കോടി കോഴ, ED അസിസ്റ്റന്റ് ഡയറക്ടർ 1-ാം പ്രതി. അതെല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജ് വാർത്തയായിരിക്കും. കാരണം ED എല്ലായിടത്തും പോയി കേസ് എടുക്കുന്നതാണ് സാധാരണ തലക്കെട്ടാകുന്നത്. പക്ഷേ ഇത് വേലി തന്നെ വിളവ് നിന്നു, അവിടെ 1-ാം പ്രതിയായി. നയതന്ത്രം മാധ്യമം 2 കളർ കൊടുത്തിരിക്കുകയാണ്. തന്ത്രം ചുവപ്പിച്ചും നയം കറുപ്പിച്ചും കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അതിൽ തന്ത്രമാണ് പ്രധാനം എന്നതാണ് അതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സർവകക്ഷി സംഘത്തെ വിട്ടിരിക്കുന്നു. കേന്ദ്രം വിളിച്ചു, യെസ് പറഞ്ഞു ശശി തരൂർ. മറ്റൊരു ഇടുക്കി കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ ഒരു യുവാവ് കൊക്കയിലേക്ക് വീണിരുന്നു. എനിക്ക് തോന്നുന്നു മലയാളം പത്രങ്ങളിൽ മാധ്യമമാണ് അത് ഫ്രണ്ട് പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതെ, ഇരുട്ടിൽ 3 മണിക്കൂർ, ഒടുവിൽ സാംസൺ സേഫ്. ആ തൊടുപുഴയാണ്. മഞ്ഞുമ്മൽ ബോയ്സിൻ സിനിമയെ ഓർമ്മിപ്പിക്കുന്ന ഒരു രക്ഷാപ്രവർത്തനമായിരുന്നു ഇന്നലെ നടന്നത്. അപ്പോൾ അതിന്റെ 70 അടി താഴ്ചയിലാണ് വീണത്. അവിടെ പാറയിലും പുല്ലിലുമൊക്കെ തട്ടി നിൽക്കുകയായിരുന്നു. നമ്മുടെ അഗ്നിരക്ഷാ സേനയ്ക്ക് ഒരു സല്യൂട്ട് കൊടുക്കേണ്ട രക്ഷാപ്രവർത്തനമാണ്. സാംസണിനെ സേഫ് ആക്കി എത്തിച്ചു. സാംസണും അഗ്നിരക്ഷാ സേനാംഗങ്ങളിൽ നിൽക്കുന്ന ഒരു ചിത്രം കൂടിയുണ്ട്. അതോടൊപ്പം ഗസയിലെ ഇസ്രായേലിന്റെ നടപടികൾ തുടരുകയാണ്. 24 മണിക്കൂറിനിടെ 150 മരണം എന്നുള്ള വാർത്തയുണ്ട്. മസ്കറ്റിൽ മലയാളി ദമ്പതികൾ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മരിച്ച വാർത്ത. ഇതൊക്കെയാണ് മാധ്യമത്തിന്റെ ഫ്രണ്ട് പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദ ഹിന്ദുവിന്റെ ഫ്രണ്ട് പേജിൽ ഇന്ത്യ സ്റ്റോപ്സ് ബംഗ്ലാദേശി എക്സ്പോർട്സ് വയ ഓൾ ലാൻഡ് പോർട്സ് എന്നുള്ള വാർത്ത. അത് മലയാള പത്രങ്ങളിൽ ഇല്ലാത്ത ഒരു വാർത്തയാണ്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ വിക്ഷേപിച്ച് 3-ാം ഘട്ടത്തിൽ പരാജയപ്പെട്ട EOS 09 അതിന്റെ സ്പെസിഫിക്കേഷൻസ്, അതിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നതടക്കം, അതിന്റെ ലോഞ്ച് പാഡ്, വെഹിക്കിൾ ഡീറ്റെയിൽസ് അതെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു സചിത്ര വാർത്ത ദ ഹിന്ദു ഫ്രണ്ട് പേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ടിപ്പ് ടു ഗ്ലോറി എന്നതായിരുന്നു. പക്ഷെ നമ്മൾ ഗ്ലോറി അച്ചീവ് ചെയ്യും ഇന്നല്ലെങ്കിൽ അടുത്ത തവണ. അപ്പോൾ അതാണ് വാർത്ത. വളരെ കുറവ് മാത്രമേ നമുക്ക് ഫെയിലിയർ സംഭവിച്ചിട്ടുള്ളൂ. അതാണ് നമ്മുടെ ഏറ്റവും പോസിറ്റീവായ ഒരു കാര്യം ISRയെ സംബന്ധിച്ച്.
അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്ത. ഈ ഓൾ പാർട്ടി ഡെലിഗേഷൻ അത് വാർത്തയായി തന്നെ ദ ഹിന്ദു കൊടുക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഇന്നലെ ചോദിച്ചിരുന്നു എന്തിനാണ് പാകിസ്ഥാനെ അറിയിച്ചതെന്ന്. അതിന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൊടുത്ത മറുപടിയും ദ ഹിന്ദു പ്രാധാന്യത്തോടു കൂടി തന്നെ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം വെടിനിർത്തലിന് ശേഷം പാകിസ്ഥാൻ ഈ മയക്കുമരുന്ന് കൊണ്ടുപോയി അതിർത്തിക്കപ്പുറത്ത് കൊണ്ടുപോയി ഡ്രോണുകൾ വഴി ഇടുന്ന പരിപാടി വീണ്ടും തുടരുന്നുണ്ട്. പഞ്ചാബ് അതിർത്തികളിൽ അത് ഭയങ്കര വ്യാപകമാണ്. പണ്ടോട്ടെയുള്ള ഒരു ഈ ഡ്രോണുകൾ വഴി അവർ അങ്ങോട്ട് എറിയുന്നു. ചിലപ്പോൾ അത്ലറ്റുകളൊക്കെ ഉപയോഗിച്ച് അങ്ങനെ ചെയ്യുന്ന ഒരു പതിവ് കൂടി വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതും ഒരു അവസാനിപ്പിക്കേണ്ട കാര്യമാണ്. വാരാന്ത പതിപ്പുകൾ എങ്ങനെയുണ്ട്? അതാണ് ഈ ഞായറാഴ്ചകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ. പേജിന് വേണ്ടി കാത്തിരിക്കുക. ശരിയാണ്, സുഖമായിട്ടിരുന്നൊരു ദിവസം മൊത്തം വായിക്കാം. അതാണ് ഈ മലയാളം പള്ളിക്കൂടത്തെ കുറിച്ചാണ് മാധ്യമത്തിന്റെ വാരാന്ത്യ പതിപ്പുള്ളത്. അതായത് മലയാളത്തിന് വേണ്ടി മാത്രം ഒരു വിദ്യാലയം, തൈക്കാട് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ LP വിഭാഗത്തിൽ ഞായറാഴ്ചകളിൽ പ്രവർത്തിക്കുന്ന മലയാളം പള്ളിക്കൂടം. മലയാളം അറിയാത്ത കുട്ടികൾ കൂടി വരികയാണ്. ജന്നാൽഫയിൽ പലർക്കും മലയാളം കൃത്യമായി എഴുതാനും വായിക്കാനും അറിയില്ല എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഈ ICSE CBSE സിലബസുകളിലേക്കൊക്കെ കൂടുതലായി കുട്ടികളെ ചേർക്കുന്ന ഒരു സമയമാകുമ്പോൾ വിജയ് യേശുദാസിന്റെ പാട്ടുലോകത്തെ കുറിച്ച് ഉള്ള ഒരു ആർട്ടിക്കിൾ ഉൾപേജിലുണ്ട്. അതോടൊപ്പം തന്നെ KEN-ന്റെ ഇടപെടലിൽ യുദ്ധവും സമാധാനവും അനിവാര്യമായ സമാധാന സമരം എന്ന തലക്കെട്ടിലാണ് പറയുന്നത്. അപ്പോൾ മനോരമ മാതൃഭൂമിയൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ? മാതൃഭൂമിയിൽ മറ്റു വാർത്ത എന്ന് പറഞ്ഞാൽ ഇന്ന് സ്ഥാനാരോഹണം വാർത്ത, അതൊരു ചിത്രത്തോടു കൂടി ചെറിയ ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രദീപ് കുമാർ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന വാർത്തയും മാതൃഭൂമിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ED ഉദ്യോഗസ്ഥർ 2 കോടിയുടെ കൈക്കൂലി കേസിൽ ED ഉദ്യോഗസ്ഥർ 1ാം പ്രതി എന്നുള്ളതാണ് മാതൃഭൂമി കൊടുത്ത മറ്റൊരു വാർത്ത. പിന്നെ ചെറിയ വാർത്തകൾ ബോക്സ് നമ്മുടെ കാകദൃഷ്ടി കൂടി നോക്കി നമുക്ക് അവസാനിപ്പിക്കാം. വിദേശ സംഘത്തിൽ കോൺഗ്രസ് നിർദ്ദേശിച്ച 4 പേരിൽ ശശി തരൂരില്ല. കാര്യം വിശ്വപൗരനൊക്കെയാണ്, പക്ഷെ നമുക്കതങ്ങ് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുമോ? കോൺഗ്രസ് പറഞ്ഞത് ആ ഒരു നോട്ടിൽ നമുക്ക് അവസാനിപ്പിക്കാം.